Hello friends, welcome to Raji's Vlogs. ഇന്ന് നമ്മളൊരു Lightroom ട്യൂട്ടോറിയലാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് ഞാനിപ്പോൾ Lightroomൻ്റെ ഏറ്റവും പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്തു. ജസ്റ്റ് ആ പുതിയ വെർഷൻ വെച്ച് ഞാൻ പുതിയൊരു ഹ്യൂ സ്ലൈഡർ നമുക്ക് Lightroomൽ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഞാനപ്പം പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ്സിലൊന്നും കടക്കുന്നില്ല. ജസ്റ്റ് നമുക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാം. അതായിരിക്കും ഏറ്റവും സിംപ്ലസ്റ്റ് വേ മനസ്സിലാക്കാനായിട്ട്. നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെക്കാട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓൾറെഡി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ഫോട്ടോയാണ്. ഏകദേശം ഒരു മാസം മുമ്പെടുത്ത ഫോട്ടോയാണ്. ഞാൻ ഇതുവരെ എഡിറ്റൊന്നും ചെയ്തില്ല. ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ വീടിൻ്റെ പുറത്തൊരു പുഴു ഇരുന്നതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എഡിറ്റിങ്ങിന് ബിഫോറുള്ള ഫോട്ടോ ഇതാണ്. വലിയ വ്യത്യാസങ്ങളില്ല. നോക്കിയാൽ ഈ ഒരു കളർ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഗ്രീൻ കളർ നമ്മൾ ചേഞ്ച് ചെയ്ത് മുകളിലെ ഈ യെല്ലോയുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി അങ്ങനെ നമ്മളാക്കി. വേറെ മാറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പം നമുക്ക് ഈ ഫയലൊന്ന് ജസ്റ്റ് റീസെറ്റ് ചെയ്യാം. ഓക്കെ, റീസെറ്റ് ചെയ്തപ്പം ഇതാണ് ഒറിജിനൽ ഫയൽ. ഓക്കെ, ഇതിലാണ് നമ്മളിനി എഡിറ്റിംഗ് ചെയ്യുന്നത്. വലുതായിട്ട് എഡിറ്റിംഗ് ഇല്ല. ബേസിക്കലി നല്ലൊരു ഫോട്ടോയാണ്. നമ്മൾ Tamron 90mm മാക്രോ ലെൻസ് വെച്ച് ഷൂട്ട് ചെയ്തൊരു ഫോട്ടോയാണ്. ഒരു 3-4 പ്രാവശ്യം എടുത്തപ്പോൾ നല്ല അത്യാവശ്യം ഷാർപ്പായിട്ടുള്ളൊരു ഇമേജ് കിട്ടി. ഞാനിപ്പം എക്സ്പോഷർ ചെറുതായിട്ടൊന്ന് കൂട്ടുകയാണ്, ചെറുതായിട്ട്. പക്ഷേ എക്സ്പോഷർ ഏകദേശം കറക്റ്റാണ്, അതുകൊണ്ട് കൂട്ടേണ്ട കാര്യമില്ല. കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടി, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഞാൻ വൈബ്രൻസ് ചെറുതായിട്ട് നമുക്കൊന്ന് കൂട്ടാം. വൈബ്രൻസ് ഒന്ന് കൂട്ടി. അപ്പോൾ കളർ നമുക്ക് ഓവറോൾ ഒന്ന് കൂട്ടി. ഈ യെല്ലോ കളർ എന്താണെന്ന് വെച്ചാൽ പുറകിലെ വീടിൻ്റെ ഒരു തൂണാണ് ഭിത്തിയിലുള്ള. അപ്പോൾ അത് ഔട്ട് ഓഫ് ഫോക്കസ് ആയപ്പോഴത്തേക്കും ഇങ്ങനൊരു യെല്ലോ കളർ വന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ അത് അങ്ങനെ തന്നെ എടുക്കണമെന്ന് ഉദ്ദേശിച്ചെടുത്തൊന്നുമല്ല, ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. അപ്പോൾ ഈ പുതിയ ലൈറ്റ്റൂമിൻ്റെ ഒരു പ്രത്യേകത അഡാപ്റ്റീവ് ISO എന്ന് പറയുന്നൊരു സംഭവം ഇതിനകത്തുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഈ ലൈറ്റ്റൂമിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ISO കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ എന്ന് പറഞ്ഞാൽ ഈ ഗ്രെയിൻസ് ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 1600 ISO ആണ്. എന്നിരുന്നാലും നമുക്ക് വലിയ ഗ്രെയിൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്തൊരു സ്പോട്ടുണ്ട്. ആ സ്പോട്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, സ്പോട്ട് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഒരു കളർ മാച്ചിങ് മാത്രമേ ചെയ്യാനുള്ളൂ. അതിനുവേണ്ടി ഞാൻ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് എടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഗ്രീൻ കളറിന് വേണ്ടി കൂടെ ബ്രഷ് ഒന്ന് വരയ്ക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓട്ടോ മാസ്കിങ് ഓണാണ്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് നമുക്കിങ്ങനെ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇച്ചിരി മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കളയാം. ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് സൈഡ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബ്രഷ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കളർ മാറ്റണം. അപ്പോൾ നമുക്ക് മുൻപ് ലൈറ്റ്റൂമിൽ ഇല്ലാതിരുന്ന കാര്യമാണ് ഈ ഹ്യൂ സ്ലൈഡർ എന്ന് പറയുന്ന സാധനം. നമുക്ക് ഈ കളർ മാറ്റാണ്ട് ഹ്യൂ സ്ലൈഡർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഞാൻ ആക്ച്വലി യൂസ് ചെയ്ത് നമ്മുടെ പഴയ കളർ എന്ന് പറയുന്ന ഈ സംഭവമാണ്, കളർ എഫക്റ്റ്. ഓക്കെ, പക്ഷെ നമുക്ക് ഹ്യൂ സ്ലൈഡർ യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഈ ഗ്രീൻ കളർ മാറ്റിയിട്ട് യെല്ലോ കളറാണ് അവിടെ കൊണ്ടുവരേണ്ടത്. സാച്ചുറേഷൻ ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ ഈ ഹ്യൂ സ്ലൈഡർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കളർ മാറ്റാൻ സാധിക്കും. ഓക്കെ, ഒരു ഏകദേശം യെല്ലോയിഷ് കളർ നമുക്ക് വന്നു. ഓക്കെ, ഞാൻ എന്തായാലും അത് ചെയ്യുന്നില്ല, ഞാൻ മുൻപ് ചെയ്ത രീതിയിൽ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഹ്യൂ സ്ലൈഡർ ഉണ്ടെന്ന് നിങ്ങളെ കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്തത്. പക്ഷേ നമുക്കിതിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ നിന്നൊരു നമ്മുടെ സെലക്ട് കളർ കൊടുത്തിട്ട് യെല്ലോ കളർ കൊടുക്കുക. ഇച്ചിരി ഒരു ഗ്രീൻ ആയിപ്പോയി. നമുക്ക് അത്രയും ഗ്രീൻ കളർ വേണ്ട ഫോട്ടോയിൽ. ഓക്കെ, സാച്ചുറേഷൻ ഇച്ചിരി ഒന്ന് കുറയ്ക്കാം. ഓക്കെ, മുകളിലത്തെ ആ ഒരു യെല്ലോ ആയിട്ട് മാച്ച് ചെയ്യണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കളർ നമുക്ക് പിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വരച്ച് കയറ്റുകയാണ്. നമ്മുടെ പക്ഷേ ഒരു ഗ്രീനിഷ് യെല്ലോ ആണ് വന്നത്. ഞാൻ ആദ്യം പിക്ക് ചെയ്ത ആ യെല്ലോ നമുക്ക് കിട്ടിയില്ല. ഞാൻ ഈ താഴേക്ക് വന്നിരിക്കുന്ന ഓവർലാപ്പും കൂടെ ചെറുതായിട്ടൊന്ന് കളയുന്നു. ഓക്കെ, നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്യാം. നമുക്ക് ആ കറക്റ്റ് യെല്ലോ കളർ കൊണ്ടുവരാനായിട്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഏകദേശം ഒരു മാച്ചായെന്ന് തോന്നുന്നു മുകളിലത്തെ കളറുമായിട്ട്. ഞാനപ്പം ജസ്റ്റ് നമുക്ക് സാച്ചുറേഷൻ ഒന്ന് കുറയ്ക്കാൻ ചെറുതായിട്ട്. ഇത്രയും മതി. ഓക്കെ, ഓക്കെ, അപ്പം നമ്മൾ ഹ്യൂവും ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഏകദേശം മാച്ചിങ് ആയിട്ടൊരു കളർ കിട്ടി. ഓക്കെ, എന്നിട്ട് ഞാൻ ഡൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം ഇതാണ് നമ്മൾ വന്ന മാറ്റം. നമ്മൾ ഈ താഴെയുള്ള ആ ഒരു ഗ്രീൻ കളർ നമ്മുടെ ഫോട്ടോയിൽ നിന്ന് മാറ്റി പകരം നമ്മളൊരു യെല്ലോ കളർ അവിടെ കൊടുത്തു. നമുക്കൊന്നും കൂടി ഈ ബ്രഷ് ഒന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ ചെറുതായിട്ട് ആ മുൻപിലത്തെ ഗ്രീൻ കളർ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഗ്രീൻ ഒന്ന് കുറയ്ക്കാം ഇവിടെ.
അതിൻ്റെ താഴെയുള്ള കളറൊന്ന് ചെറുതായിട്ട് അതൊന്ന് മാറ്റാം. ഓക്കെ, ഒന്നും കൂടി വേറൊരു ബ്രഷ് എടുക്കുന്നു. എന്നിട്ട് നമ്മുടെ താഴെയുള്ള കളർ കുറച്ചും കൂടെ ഒന്ന് ലൈറ്റ് ആക്കണം. അതിന് വേണ്ടി വേറൊരു ബ്രഷ് എടുക്കുന്നു. എക്സ്പോഷർ ഒന്ന് കുറയ്ക്കുന്നു. ഓക്കെ, മുകളിലത്തെ കളറിൻ്റെ എക്സ്പോഷർ നമുക്കൊന്ന് കുറയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ സബ്ജക്റ്റിനെ ഒന്ന് എടുത്ത് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സബ്ജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾറെഡി ഇൻവേർട്ടഡ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കതൊന്ന് ഇൻവേർട്ട് ചെയ്യാം. മീൻസ് നമ്മുടെ ഈ സെലക്ഷൻ്റെ പുറത്താണ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെലക്ഷൻ്റെ ഉള്ളിലേക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റിനെ കൊണ്ടുവരാം. എന്നിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കോൺട്രാസ്റ്റ് ശരിക്കും ഇൻക്രീസ് ചെയ്യാം നമ്മുടെ സബ്ജക്റ്റിൽ. അതിൻ്റെ കൂടെ തന്നെ ഈ ഷാഡോസിൽ കുറച്ചും കൂടെ വെട്ടം കൊണ്ടുവരാം. അതായത് നമ്മുടെ ഈ എന്താ പറയുന്നത്, പുഴു ഒരു ഓൾമോസ്റ്റ് ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതിൻ്റെ ഹെയറൊക്കെ എടുത്ത് കാണുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഷാഡോസ് ഒന്നും കൂടെ വലിച്ചാൽ ആ ഷാഡോ ഏരിയയിൽ കുറച്ചും കൂടെ വെട്ടം വരും. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ഒരു ഇമേജ് നമുക്ക് കിട്ടും. അപ്പം മെയിനായിട്ട് ഇതാണ്, അതായത് ഈ ഹ്യൂ സ്ലൈഡറാണ്. അതുപോലെ നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അവിടെ നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഈ കർവ്സ് നമുക്കിപ്പോൾ എന്തായാലും കർവ്സ് ഇതിൽ യൂസ് ചെയ്യുന്നില്ല. നമുക്കൊരു പാരാമെട്രിക് കർവ് എന്ന് പറയുന്നതും പോയിൻ്റ് കർവ് എന്ന് പറയുന്നത് 2 കർവുകളുണ്ട്. മുൻപ് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കിവിടെ താഴെയാണ് നമ്മളത് മാറ്റിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം മുകളിൽ ഭാഗത്ത്. പാരാമെട്രിക് കർവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാരാമെട്രിക് സെലക്ട് ചെയ്താൽ നമ്മൾ ഒരു പോയിൻ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്താ പറയുക, ആ കർവ് ഇച്ചിരി സ്ലോ ആയിട്ട് അല്ലെങ്കിൽ സ്മൂത്തായിട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ, അതായത് പോയിൻ്റ് കർവ് ആണെങ്കിൽ നമ്മളൊരു പോയിന്റിൽ വെച്ച് അത്രയും സ്മൂത്തല്ല, ആ പോയിന്റിനനുസരിച്ച് ഇത് കർവ് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും കർവ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഈ ഫോട്ടോയിൽ ആവശ്യമില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഫോട്ടോയിൽ ചെയ്തത്. വേറെ പുതിയ കാര്യങ്ങൾ ലൈറ്റ് റൂമിൽ നമുക്ക് പറയാനില്ല. പക്ഷേ സെയിം, അതായത് ലൈറ്റ് റൂമിൻ്റെ ഈ ഒരു മൊഡ്യൂൾ പുതിയ ക്യാമറ റോയിലേക്ക്, അതപ്പം ഫോട്ടോഷോപ്പ് എടുത്താൽ ഫോട്ടോഷോപ്പ് ക്യാമറ റോയിൽ നമുക്ക് സെയിം മൊഡ്യൂൾ കാണാൻ സാധിക്കും. ഇപ്പം ജൂൺ അപ്ഡേറ്റ് ആണെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ ലൈറ്റ് റൂം പാനൽ പോലെയാണ് ഫോട്ടോഷോപ്പിൻ്റെ പാനൽ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ഫോട്ടോഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഫോട്ടോഷോപ്പിൻ്റെ പുതിയ ലോഗോ ഇതാണ്. ചെറിയൊരു അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ് എന്നൊക്കെ പറയുന്നൊരു ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്, പുതിയ ലോഗോ. പിന്നെ ഇതുപോലെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ഫോട്ടോഷോപ്പിൽ ലൈറ്റ് റൂം വെക്കുന്നതിൻ്റെ കാരണം, അതായത് പുതിയ ക്യാമറകളിലെ റോ ഫയൽസ് ചിലപ്പോൾ പഴയ ലൈറ്റ് റൂമിൽ ഫോട്ടോഷോപ്പ് റോയിൽ അല്ലെങ്കിൽ ക്യാമറ റോയിലൊന്നും റീഡ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റോ ഫോട്ടോ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഫോട്ടോഷോപ്പിലേക്ക് ഒരു റോ ഫോട്ടോ കൊണ്ടുവരാം. ഓക്കെ, എനിക്ക് തോന്നുന്ന പുഴുവിൻ്റെ പിക്ചർ തന്നെയാണെന്ന് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ റോ ഫോട്ടോ നമ്മൾ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാമറ റോ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകും. ജസ്റ്റ് സെയിം തന്നെ പുഴുവിൻ്റെ ഇതാണ്. നമുക്ക് സെയിം ലൈറ്റ് റൂമിലെ പോലെ തന്നെ സെയിം ഒരു പാനൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബേസിക് പാനലുണ്ട്, കർവ്സ്, ഡീറ്റെയിൽസ്, കളർ മിക്സർ, എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. അതുപോലെ ഇത് നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കാം, ക്യാമറ റോ, അല്ലെങ്കിൽ ചെറിയ സ്ക്രീനിലാക്കാം. പിന്നെ ഒരു ഫിലിം സ്ട്രിപ്പ് ഓപ്ഷനുണ്ട്. നമ്മളിപ്പം ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് റോയിൽ ലോഡ് ചെയ്താൽ നമുക്കിങ്ങനെ ഒരു ഫിലിം സ്ട്രിപ്പ് ഓപ്ഷൻ വരുന്നുണ്ട്. ഓരോ ഫോട്ടോയിൽ നമുക്ക് ലൈറ്റ് റൂമിലെ പോലെ നമുക്ക് മാറി മാറി എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പുതിയ ക്യാമറ റോ ഇങ്ങനെയാണ്. പഴയ ക്യാമറ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 സബ് മെനൂസിൻ്റെ ഉള്ളിലാണ് ഈ ക്യാമറ റോ വരുന്നത്. പിന്നെ നമുക്കിത് സേവ് ചെയ്യാൻ ഓപ്ഷനുണ്ട്. ഡയറക്റ്റ് ഇപ്പോൾ നമുക്കൊരു റോ ഫയലായിട്ട് തന്നെ ഇത് സേവ് ചെയ്യാം. നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം വരുത്തിയതിന് ശേഷം റോ ഫയലായിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും പുതിയ ക്യാമറ റോ 12.3-ലുണ്ട്. എന്തായാലും നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ഈ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ലൈറ്റ് റൂമിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലത്തുള്ള കാര്യങ്ങൾ ഫോട്ടോഷോപ്പിൽ മാനിപ്പുലേഷൻ എന്തെങ്കിലും വരുത്താനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. പക്ഷേ ഒരു സിംഗിൾ ഇമേജൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ലൈറ്റ് റൂമിലേക്ക് പോകേണ്ട കാര്യമില്ല. ഫോട്ടോഷോപ്പിൽ തന്നെ ലൈറ്റ് റൂമിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്യാമറ റോയിൽ ഫോട്ടോഷോപ്പിലെ കാര്യങ്ങൾ തന്നെയായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത്. അതായത് ക്യാമറ റോ ഒന്നും കൂടെ ഒന്ന് വിപുലീകരിച്ചെടുത്തതാണ് ലൈറ്റ് റൂമിൻ്റെ ഈ പാനലൊക്കെ. പക്ഷേ ക്യാമറ റോയുടെ ആ മെനു ഒക്കെ ഇച്ചിരി കുഴഞ്ഞു കിടക്കുന്നൊരു മെനു ആയിരുന്നു. ഇപ്പോൾ അവർ കറക്റ്റാക്കി ലൈറ്റ് റൂമിൻ്റെ പോലെ തന്നെ മെനു ആക്കി എടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പാനൽ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ, ADP Pro ഫ്രീ. ഓക്കെ, ആ പാനൽ ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ലൈറ്റ് റൂമും ഫോട്ടോഷോപ്പും വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഈ ഫോട്ടോയുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം, ഫോട്ടോഗ്രാഫി മുതലായ കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.